ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ നിലയിൽ വീണ്ടും നമുക്ക് ഈ മാധ്യമത്തിലൂടെ ഒന്നിച്ച് കൂടുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ അപ്പസ്തോല പ്രവർത്തികൾ എന്ന പുസ്തകത്തിന്റെ പഠനത്തിന്റെ അതിന്റെ ആമുഖമായ ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായത്. അപ്പസ്തോല പ്രവർത്തികൾ അത് ആര് എഴുതി, ആർക്കു വേണ്ടിയാണ് അത് എഴുതിയത്, അത് എഴുതിയതിന്റെ ഉദ്ദേശം എന്താണ്, ഏത് കാലഘട്ടത്തിലാണ് അത് എഴുതിയത്, അത് യുഗപരമായി ചരിത്രപരമായി അതിന്റെ പ്രാധാന്യം എന്താണ്. മാത്രമല്ല ആമുഖത്തിൽ നമ്മൾ അല്പമായി ചിന്തിക്കുക ചെയ്തു ആദിമസഭയുടെ വളർച്ച എങ്ങനെയായിരുന്നു. സുവിശേഷം എല്ലാ രാജ്യങ്ങളിലേക്കും അത് എങ്ങനെ വ്യാപിച്ചു. 120 പേർ മാളികമുറിയിൽ കൂടി വന്നിരുന്ന ചെറിയ ഒരു കൂട്ടം എല്ലാ വൻകരകളിലേക്കും വ്യാപിക്കുവാൻ തക്കവണ്ണം അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ശക്തി എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പൊ സുവിശേഷത്തിന്റെ വ്യാപ്തി, ദൈവസഭയുടെ വളർച്ച, ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ലളിതമായിട്ട് ആമുഖമായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്നു മുതൽ നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറ്റ്സ് എ കണക്ടിങ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ദി ഗോസ്പൽസ് ആൻഡ് ദി എപ്പിസ്റ്റൽസ്. ഒരു പാലമാണ്. സുവിശേഷങ്ങളെയും ലേഖനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് അപ്പോസ്തല പ്രവർത്തികൾ. ഭൗതിക പ്രപഞ്ചത്തിന്റെ അതിന്റെ ആരംഭം ഉൽപ്പത്തിയിൽ വിവരിച്ചിരിക്കുന്നത് പോലെ തന്നെ സഭയുടെ ആരംഭത്തിന്റെ എല്ലാ കാര്യങ്ങളും വിവരിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികൾ. സഭയുടെ ഫംഗ്ഷൻ, അക്സെപ്റ്റബിൾ ആൻഡ് ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികളാണ്. ഈ പുസ്തകത്തിന്റെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച പോലെ ഈ പുസ്തകത്തിന്റെ കീ വേർഡ്സ് എന്ന് പറയുന്നത് അത് 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ്. അത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് എന്നുള്ള 1-ന്റെ 8-ാം വാക്യം നമ്മളത് ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഇതാണ് അതിന്റെ കീവേഡ്സ്. അപ്പോ ഇതിനെ അടിസ്ഥാനമാക്കി ഈ പുസ്തകത്തെ 3ആയിട്ട് വിഭജിക്കുകയാണ്. അതായത് 1 മുതൽ 7 വരെ ഉള്ള അധ്യായങ്ങളിൽ അത് യെരുശലേമിലെ പ്രവർത്തനം, 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദയിലും ശമര്യയിലുമുള്ള പ്രവർത്തനം, തുടർന്ന് 11 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ ഭൂമിയുടെ അറ്റത്തോളമുള്ള പ്രവർത്തനം. അങ്ങനെ 3 നിലയിൽ ഈ പുസ്തകത്തെ വിഭജിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ 120 പേർ കൂടി വന്നിരുന്ന ആ ചെറിയ കൂട്ടം എല്ലാ വൻകരകളിലേക്കും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ച ചരിത്രമാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അപ്പൊ ദൈവനിശ്വാസമായ സഭാചരിത്രത്തിന്റെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന പുസ്തകം അത് ആക്ട്സ് ആണ്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ്. 33 വർഷത്തെ സഭാചരിത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും, ബൈബിളിൽ പറയപ്പെടുന്ന സഭകൾ ഏത്, എവിടെ, അവ എങ്ങനെ ആരംഭിച്ചു, അതിന് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരും അല്ലെങ്കിൽ ആദിമ വിശ്വാസികളും ചെലവഴിച്ച കഷ്ടതകൾ, അതിന് അവർ കൊടുത്ത ചെലവ്, ദൈവത്തിന്റെ കൈ അവരുടെ കൂടെ എങ്ങനെ ഇരുന്ന് പ്രവർത്തിച്ചു, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ, ഇങ്ങനെ എല്ലാ വിധത്തിലുമുള്ള ഒരു വിവരണം നമുക്ക് ലഭിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നാണ്. അതായത് മാളികമുറിയിൽ കൂടിയിരുന്ന 120 പേർ ചക്രവാളത്തെ വലം വെച്ച് റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ വരെ എത്തപ്പെട്ടു. നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ അവർ ഇവിടെയും എത്തി. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ അവർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുകയല്ല ചെയ്തത്.
കീഴ്മേൽ മറിഞ്ഞിരുന്ന ലോകത്തെ നേരെയാക്കുകയാണ് ചെയ്തത്. അതായത് സുവിശേഷമാണ് തകിടം മറിഞ്ഞ കുടുംബങ്ങളെയും തകിടം മറിഞ്ഞ വ്യക്തികളെയും തകിടം മറിഞ്ഞ രാജ്യങ്ങളെയൊക്കെ നേരെയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സുവിശേഷത്തിന് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. അപ്പം അവർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുകയല്ല, ഭൂലോകത്തെ നേരെയാക്കുവാൻ സഹായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സുവിശേഷങ്ങൾ എവിടെ നിർത്തിയോ അവിടെ നിന്നുമാണ് അപ്പോസ്തല പ്രവർത്തികൾ തുടങ്ങുന്നത്. ദൈവസഭയുടെ സംഭവ ബഹുലമായ ആദിമ നൂറ്റാണ്ടിലെ സംഭവങ്ങളിലൂടെ ചരിത്രങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് പുതിയ നിയമസഭ പഴയമെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് യഹൂദ ചട്ടങ്ങളെ, യഹൂദ പാരമ്പര്യം എന്ന പഴയ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞിട്ട് യേശുക്രിസ്തുവിൽ യവനനും യഹൂദനും ജാതിയനും എല്ലാം ഒന്നാകുന്നെന്ന വലിയ വലിയ ചരിത്രമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് പ്രാരംഭമായിട്ട് പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് പ്രാരംഭമായിട്ടൊന്ന് വായിക്കാമെങ്കിൽ നന്നായിരുന്നു. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശം തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അതെ, അപ്പോൾ ലൂക്കോസ് ഈ പുസ്തകം എഴുതുന്നത് ഒരു ഓർമ്മക്കുറിപ്പോടെയാണ്. തെയോഫിലോസിന് എഴുതിയ 1-ാമത്തെ ചരിത്രം, ആ ചരിത്രമായ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 1-ാമത്തെ ചരിത്രത്തിലെ 24-ാം അധ്യായം അതിന്റെ വാക്യങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ കർത്താവായ യേശുക്രിസ്തു, അതായത് പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് കൊടുത്ത ആ വാഗ്ദത്തത്തെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം, പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇവിടെ തെയോഫിലോസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലൂക്കോസ് ഇത് ആരംഭിക്കുന്നത്. അതായത് ആ പ്രസ്തുത ചരിത്രത്തിന്റെ തുടർച്ചയായിട്ട് ലൂക്കോസ് ഇപ്പോൾ വീണ്ടും തന്റെ 2-ാമത്തെ ചരിത്രം ആവർത്തിക്കുകയാണ്. സുവിശേഷത്തിൽ എവിടെ പറഞ്ഞു നിർത്തിയോ അവിടേക്ക് മടങ്ങി വന്നുകൊണ്ട് അതൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവർത്തികളിൽ അത് തുടരുകയാണ്. അതായത് 1-ാമത്തെ ചരിത്രത്തില് കർത്താവായ യേശുക്രിസ്തു താൻ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ചെയ്തതും ഉപദേശിച്ചതുമായ കാര്യങ്ങളാണ് 1-ാമത്തെ ചരിത്രമായ ലൂക്കോസിന്റെ സുവിശേഷത്തിലുള്ളത്. എന്നാൽ ഇപ്പോഴോ 2-ാമത്തെ ചരിത്രം എഴുതുമ്പോൾ ലൂക്കോസ് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ലൂക്ക് പറയുന്ന കർത്താവിന്റെ സ്വർഗാരോഹണ ശേഷം കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ കുറിച്ചാണ് 2-ാമത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. അതായത് ലൂക്കോസ് വിവരിക്കുന്നത് യേശുക്രിസ്തു ഇപ്പോൾ ഭൂമിയിലില്ല, യേശുക്രിസ്തു മരിച്ചുയർത്ത് അവൻ ഇപ്പോൾ സ്വർഗത്തിലാണുള്ളത്. അതായത് തന്റെ പ്രവർത്തന കേന്ദ്രം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റി. പക്ഷേ പ്രവർത്തിക്കുന്ന വ്യക്തി മാറിയിട്ടില്ല, കേന്ദ്രം മാത്രമേ മാറിയിട്ടുള്ളൂ, സ്ഥലം മാത്രമേ മാറിയിട്ടുള്ളൂ. അവൻ മാറ്റമില്ലാതെ സ്വർഗത്തിൽ നിന്ന് കളി ഇപ്പോഴും തന്റെ പരിശുദ്ധാത്മാവിലൂടെ താൻ നിയന്ത്രിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ 1-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണല്ലോ വായിച്ചത്, തെയോഫിലോസേ എന്നാണ് തുടങ്ങുന്നത്. അതായത് ലൂക്കോസിന്റെ സുവിശേഷത്തില് ശ്രീമാനായ തെയോഫിലോസേ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ദ മോസ്റ്റ് എക്സലന്റ് തെയോഫിലോസ്, ശ്രീമാനായ. എന്നാൽ നമ്മൾ ഇവിടെ കാണുമ്പോൾ നമുക്ക്
ആദരസൂചകമായിട്ടുള്ള വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ചരിത്രം ലൂക്കോസ് തിയോഫിലോസിന് എഴുതി. തിയോഫിലോസ് അത് വായിച്ച് അതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി ഒരു ഉത്തമ വിശ്വാസിയായി തീർന്നിരിക്കാം. അങ്ങനെ ഉത്തമ വിശ്വാസിയായി തീർന്ന തിയോഫിലോസിനെ പിന്നെ സാറെ എന്നോ മോസ്റ്റ് എക്സലന്റ് എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ അവരാരായിരുന്നാലും അവർ ക്രിസ്തുവിൽ ഏക ശരീരമായി തീർന്നാൽ അവർ കൂട്ടു സഹോദരങ്ങളാണ്. മറ്റെല്ലാ പദവികൾക്ക് അതീതമായിട്ട് അവർ കൂട്ടു സഹോദരന്മാരാണ്. അതുകൊണ്ട് മോസ്റ്റ് എക്സലന്റ് എന്നുള്ള ആ പദം അങ്ങ് മാറ്റിയിട്ട് ശ്രീമാനായിട്ടുള്ള കാര്യം മാറ്റിയവരെയാണ് തെയോഫിലോസെ നീ കാര്യങ്ങൾ അറിയുക. അതിനുവേണ്ടി ലൂക്കോസ് എഴുതുകയാണ്. അപ്പോൾ നമുക്കറിയാം, പൗലോസിന്റെ ചരിത്രം നമുക്കറിയാം. പൗലോസ് ഒനോസിമസിനെ ഫിലമോന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ ഒനോസിമസ് അടിമയായിരുന്നു. എന്നാൽ വീണ്ടും ഫിലമോന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഇനി അടിമയല്ല, അവൻ അതിനു മേലെ പ്രിയ സഹോദരനാണ്, അവൻ എനിക്കും നിനക്കും പ്രയോജനമുള്ള സഹോദരനാണ്. അപ്പൊ ആ നിലയിൽ കൂട്ടു സഹോദരൻ എന്ന നിലയിൽ കണ്ടുകൊണ്ടാണ് താൻ ഇത് എഴുതുന്നത്. അതായത് കർത്താവിന്റെ ഒരു ശുശ്രൂഷയുടെ ഒരു പ്രത്യേകതയാണ് നാം വായിച്ചു കേട്ടത്. അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? കർത്താവായ യേശുക്രിസ്തു അവൻ ചെയ്തതും ഉപദേശിച്ചതും ആയ കാര്യങ്ങൾ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് പറയുന്ന ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് കർത്താവ് ചെയ്തതും ഉപദേശിച്ചതുമായ കാര്യങ്ങളാണ്. അതായത് ഉപദേശത്തിന് മുമ്പ് പ്രവൃത്തി എന്നതായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷയുടെ വിജയരഹസ്യം. ജീവിതത്തിൽ ചെയ്യുന്നതും ഉപദേശിക്കുന്നതും സമ്പൂർണമായി ചേർന്ന് വന്ന വ്യക്തിത്വമായിരുന്നു കർത്താവായ യേശുക്രിസ്തു. താൻ എന്ത് ഉപദേശിച്ചുവോ അത് താൻ ജീവിതത്തിൽ ചെയ്തു. താൻ എന്ത് പറഞ്ഞുവോ അത് താൻ ജീവിതത്തിൽ ചെയ്തു. അതായത് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ താൻ എന്ത് പഠിപ്പിച്ചുവോ അത് ജീവിതത്തിൽ സത്യമായി ചെയ്ത വ്യക്തി, ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. ഉപദേശിച്ചതുപോലെ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ ജീവിച്ച് കാണിച്ച ഏക ഗുരു ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റ് ആരുമില്ല. നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയത്തിന്റെ കാരണം എന്താണെന്ന് അറിയാവോ? നമ്മുടെ ഉപദേശമൊന്ന്, നമ്മുടെ പ്രവൃത്തികളൊന്ന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ ഉപദേശവും നമ്മുടെ പ്രവൃത്തികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമുക്ക് യാക്കോബിന്റെ ചരിത്രം, യാക്കോബ് ഇസഹാക്കിന്റെ അടുത്തേക്ക് അനുഗ്രഹത്തിനായി ചെല്ലുമ്പോൾ ഇസഹാക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവന്റെ കൈകൾ യേശാവിന്റെ പോലെ, എന്നാൽ വാക്കുകളോ ശബ്ദം യാക്കോബിനെ പോലെ. അപ്പൊ പല വിശ്വാസികളുടെയും പ്രവൃത്തിയും സംസാരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു താൻ ജീവിച്ചിരുന്നപ്പോൾ താൻ ആദ്യം ചെയ്ത് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ആ പ്രവർത്തിച്ചതാണ് താൻ ഉപദേശമായിട്ട് തന്റെ ജീവിതത്തിലേക്ക് താൻ പറഞ്ഞു കൊടുത്തത്. അപ്പൊ അങ്ങനെ കർത്താവ് തന്റെ ജീവിതത്തിൽ താൻ ചെയ്യുകയും താൻ ഉപദേശിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തന്റെ പ്രവൃത്തിയും തന്റെ ഉപദേശവും തമ്മിൽ വൈരുദ്ധ്യമില്ലായിരുന്നു. തന്റെ പ്രവൃത്തിയും തന്റെ ജീവിതവും തമ്മിൽ യാതൊരു പൊരുത്തക്കേടുമില്ലായിരുന്നു. അങ്ങനെ താൻ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ അവരിപ്പോ അപ്പോസ്തലന്മാരാണ്. അവരെ ഇപ്പൊ അപ്പോസ്തലന്മാരെന്നാണ് വിളിക്കുന്നത്. അതായത് കർത്താവിന്റെ കൂടത്തിൽ, കർത്താവിന്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ കർത്താവിന്റെ കൂടെ നടന്നിരുന്ന ശിഷ്യന്മാർ അവർ അന്ന് വിദ്യാർത്ഥികളായിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവ് അവരെ അപ്പോസ്തലന്മാരെന്നാണ് പറയുന്നത്. അവരെ അപ്പോസ്തലന്മാരെന്നാണ് പറയുന്നത്. അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത എന്നാണ് പറയുന്നത്. അവരെ ആ വളർച്ച തലം നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതായത് പ്രത്യേകം അപ്പോസ്തലൻ എന്ന് പറയുന്നത് ആരാണ്? ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി, പ്രത്യേക നിയോഗത്തിന് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ച വ്യക്തികളാണ് അപ്പോസ്തലന്മാർ. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം മറ്റ് എല്ലാ സുവിശേഷങ്ങളും നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് തന്റെ 12 പേരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ കാണും. അതായത് യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചവരായിരിക്കണം അവർ. കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്റെ ജീവിതകാലത്തിൽ പരിശുദ്ധ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ കർത്താവിനോട് കൂടെ നടന്ന് കർത്താവ് ചെയ്തതും കർത്താവ് ഉപദേശിച്ചതും കർത്താവ് ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും അവർ കണ്ടവരായിരിക്കണം. അല്ലെങ്കിൽ ഒരു പ്രത്യേക നിയോഗം,
കർത്താവിൽ നിന്ന് നേരിട്ടുള്ള ഒരു നിയോഗം ലഭിച്ചവരായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പൗലോസിനെ നമുക്ക് ശ്രദ്ധിക്കാം. പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുശ്രൂഷ കാലങ്ങളിൽ നേരിട്ട് ഇൻവോൾവ് ആയിട്ടില്ലായിരുന്നു. മരണ പുനരുദ്ധാനം ഒരുപക്ഷെ കണ്ടിരിക്കത്തില്ല. എന്നാൽ കർത്താവ് നേരിട്ട് വിളിച്ചു. ദമസ്കോസിന്റെ പടിവാതിലിൽ വെച്ച് കർത്താവ് അപ്പോസ്തലനായ പൗലോസിനെ വിളിക്കുന്നത് നാം കാണുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണ് നീ എന്നെ ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ നീ എന്നെ ഘോഷിക്കേണ്ടതാണ്. അങ്ങനെ കർത്താവ് നേരിട്ട് തെരഞ്ഞെടുത്ത, കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തെ നേരിട്ട് കണ്ട, കർത്താവിനോട് കൂടെ നടന്ന, കർത്താവിൽ നിന്ന് നേരിട്ട് പഠിച്ചവരാണ് അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. അപ്പൊ ആ നിലയിൽ കർത്താവ് തിരഞ്ഞെടുത്ത ഈ 12 പേർ, അവരെയാണ് കർത്താവ് അപ്പോസ്തലന്മാരായിട്ട് കണ്ടത്. അതിൽ നിന്ന് 11 പേർ കൂടിയിരുന്ന അവർക്കാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നോട് കേട്ട കാര്യം പോലെ പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്ത് ഇരിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞു, അവൻ കഷ്ടം അനുഭവിക്കുകയും 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിൽ തൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വളരെ വ്യക്തമായ വിവരണം നമുക്ക് ഇവിടെ മാത്രമാണ് ലഭിക്കുന്നത്. അതായത് 40 ദിവസങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം, പുനരുത്ഥാനത്തിന് ശേഷം 40 ദിവസങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് യേശു ക്രിസ്തുവിന്റെ ജനനം, യേശു ക്രിസ്തുവിന്റെ മരണം, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ലൂക്കോസ് ഒറ്റ വാക്കിൽ പറയുക. അതിങ്ങനെയാണ് ഇവർ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടവൻ. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പ്രധാന വിഷയം അത് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. കർത്താവിന്റെ പരിശുദ്ധ ശുശ്രൂഷ കർത്താവ് ആരംഭിക്കുമ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് ആരംഭിക്കുമ്പോൾ പറയുന്ന ആദ്യ വാക്യം എന്താണെന്ന് അറിയാമോ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതാണ്. അപ്പൊ സ്വർഗരാജ്യം, ദൈവരാജ്യം, ഇതെല്ലാം ഒറ്റ വിഷയം കർത്താവിനുണ്ടായിരുന്നുള്ളൂ. സുവിശേഷങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യം എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്വർഗ. കർത്താവ് തന്റെ ഉപമ തെളിഞ്ഞും ഒളിഞ്ഞും ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ച കാര്യം ദൈവരാജ്യം എന്ന വിഷയമാണ്, സ്വർഗരാജ്യം എന്ന വിഷയമാണ്. അതായത് കർത്താവിന്റെ വിസ്താരത്തിന്, കർത്താവിന്റെ ക്രൂശ് മരണത്തിനും ഇടയായ വിഷയം തന്നെ ദൈവരാജ്യം എന്ന വിഷയമാണ്. കർത്താവിന്റെ വിസ്താര സമയത്ത് അതുപോലെ തന്നെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസിനോട് കർത്താവ് പറയുന്ന കാര്യമുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല. അതായത് ഐഹികമല്ലാത്ത ഒരു രാജ്യത്തിന് വേണ്ടിയാണ് കർത്താവ് സംസാരിക്കുകയും കർത്താവ് ശിഷ്യന്മാരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 18:36 വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവ് പീലാത്തോസിന് പറയുന്നുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്നുണ്ട്. അത് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവിന്റെ വിഷയം ദൈവരാജ്യം എന്നുള്ളതായിരുന്നു. കർത്താവിന്റെ വിസ്താര സമയത്ത് കർത്താവിന്റെ വിഷയം ദൈവരാജ്യം എന്നുള്ളതായിരുന്നു. മാത്രമല്ല പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെണീറ്റിന് ശേഷവും അവന്റെ വിഷയത്തിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിഷയം ഉയർത്തെണീറ്റ കർത്താവ് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ചു കൊടുത്തിട്ട് അവരോട് സംസാരിച്ച വിഷയവും ദൈവരാജ്യം എന്നുള്ളത് തന്നെയായിരുന്നു. ദൈവം ഒരു രാജ്യത്തെ കുറിച്ച് ഒരു മർമ്മമായി കർത്താവ് അവരോട് സംസാരിച്ചു. അത് 3 തലങ്ങളിൽ കർത്താവ് അവരോട് സംസാരിച്ചു. എവിടെയാണ് ദൈവരാജ്യം എന്ന് കർത്താവ് പഠിപ്പിച്ചു. അത് നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് കർത്താവ് അവരോട് പഠിപ്പിച്ചു. അത് നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ഇടയിലാണെന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചു. അത് ഇപ്പോൾ ഉള്ളതും ഇനി വരാനിരിക്കുന്നതുമായ കാര്യമാണ് എന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചു. മാത്രമല്ല, ഈ ദൈവരാജ്യം 2 കാലങ്ങളിൽ ഉള്ളതാണെന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചു. കർത്താവ് തന്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞു, അതായത് ഇപ്പോഴുള്ള കാലങ്ങളിലും വരുവാനുള്ള കാലങ്ങളിലുമുള്ള ഒരു ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് അവരെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നിക്കോദെമോസിനോട് പറഞ്ഞത് നമുക്കറിയാം. നിക്കോദെമോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ ചോദിക്കുന്ന കർത്താവ് പറയുന്നൊരു മറുപടിയുണ്ട്, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പോൾ ദൈവരാജ്യത്തിൽ കടക്കുവാനുള്ള മാനദണ്ഡം എന്താണ്? ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള മാനദണ്ഡം എന്താണ്?
ദൈവരാജ്യത്തെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ആ ദൈവരാജ്യത്തിന്റെ പ്രത്യാശയുമായി എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ദൈവരാജ്യത്തെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അവരെങ്ങനെ മുന്നോട്ട് പോകണം, അവരെങ്ങനെ ഒന്നിച്ചൊരു കൂട്ടായ്മയിലായിരിക്കണം, ഇങ്ങനെയുള്ള എല്ലാ ആത്യന്തികമായിട്ട് എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവരാജ്യത്തിലേക്ക് അവർ പ്രവേശിക്കുന്ന ഒരു ദിവസവും ഉണ്ട് എന്ന് കർത്താവ് തന്റെ ശുശ്രൂഷകളിൽ താൻ ജീവിച്ചിരുന്നപ്പോൾ, താൻ ഉയർത്തെഴുന്നേറ്റ ശേഷവും തന്റെ വിസ്താര സമയത്തും എല്ലാം കർത്താവിന്റെ വിഷയം. അതിന് മാറ്റമില്ല. അതെ, കർത്താവിന് മാറ്റമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ വിഷയത്തിനും മാറ്റമില്ലായിരുന്നു. ദൈവരാജ്യം എന്നുള്ളതായിരുന്നു കർത്താവിന്റെ വിഷയം. അങ്ങനെ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് അനേക ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ചു കൊടുത്തു. അനേക പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഞാൻ എൻ്റെ റെഫറൻസുകളൊന്നും എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലും എല്ലാ സുവിശേഷങ്ങളിലും വളരെ വളരെ വ്യക്തമായിട്ട് കാണുന്നു. ശിഷ്യന്മാർക്ക് പേടിച്ച് വിറച്ച് മുറിയിൽ അടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അനേക പ്രാവശ്യം മറ്റുള്ളവർക്ക് പ്രത്യക്ഷനായി. പത്രോസിനോടും കൂട്ടുകാരോടും പറഞ്ഞു, അതിരാവിലെ എഴുന്നേറ്റ് പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുക, കുഞ്ഞുങ്ങളെ കഴിക്കുവാൻ വല്ലതും ഉണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നു. അങ്ങനെ അനേക പ്രാവശ്യം ദൃഷ്ടാന്തങ്ങളാൽ താൻ ഉയർത്തെണീറ്റിരിക്കുന്നു എന്ന് കർത്താവ് കാണിച്ചു കൊടുക്കുകയുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ തന്നെ ആക്സിന്റെ 10:40-41 ഒന്ന് വായിക്കാം. പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞ് തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. ഞാൻ ഉദ്ദേശിച്ചില്ല, അതല്ല ബ്രദറെ. അതായത് ഉയർത്തിനു ശേഷം അവരോട് കൂടെ തിന്നും കഴിച്ചെന്ന് പറഞ്ഞ ഒരു വാക്യമുണ്ട്. അപ്പൊ 10:40-41 ആണ് തോന്നുന്നത്. ഓക്കെ, നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾ. അത് തന്നെ, കറക്റ്റ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്ത ശേഷം അവനോടുകൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾ. എത്ര വ്യക്തമായിട്ടാണ് പത്രോസ് പറയുന്നത്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 15:4, 5, 6 വാക്യങ്ങളിൽ പറയുന്നു 500-ലധികം. 1 കൊരിന്ത്യർ 15:4, 5, 6 വാക്യങ്ങളിൽ 500-ലധികം സഹോദരന്മാർക്ക് അവൻ പ്രത്യക്ഷനായി എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഇത് നമുക്ക് നൽകുന്ന കാര്യം കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്ന ഉറപ്പാണ്. യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നെന്ന ഉറപ്പ് നാം ജീവിച്ചിരിക്കുന്നു എന്നതിനേക്കാൾ ഉറപ്പുള്ള കാര്യമായിരിക്കും. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു, ഞാൻ ജീവനുള്ളവനായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ജീവനുണ്ട്. അതിനേക്കാൾ ഉറപ്പുള്ള കാര്യമായിരിക്കണം കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ, എൻ്റെ പ്രതികൂലങ്ങളിൽ, എൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ ആവശ്യങ്ങളിൽ ജീവിച്ചിരിക്കുന്ന, എന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടെ ആയിരിക്കണം നമ്മുടെ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഒരുപക്ഷെ താന് ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ കർത്താവ് തെളിയിച്ചു കൊടുത്തു. എന്നാൽ നമുക്കറിയാമല്ലോ, അപ്പോസ്തലന്മാരിൽ ഒരാളായ തോമസ്, കർത്താവ് ആദ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. തോമസ് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന പരിപാടിയൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. നിങ്ങൾ കണ്ടു കേട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ആ പരിപാടിയൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ തൊട്ട് നോക്കണം, ഞാൻ നേരിൽ കണ്ടാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് തോമസ് പറയുകയുണ്ടായി. നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20:26-28 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20:26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെ അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. നോക്കുക, സ്തോത്രം. പ്രിയമുള്ളവരെ, കേട്ട് വിശ്വസിക്കാത്ത തോമാസിന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, തോമസേ, നീ എൻ്റെ ഈ കൈകളിലേക്ക് നോക്കുക,
നീ എന്റെ വിലാപ്പുറത്ത് നീ ഒന്ന് തൊട്ടു നോക്കുക, നിന്റെ കൈകൾ, നിന്റെ വിരലുകൾ എന്റെ വിലാപ്പുറത്തിട്ട് നീ വിശ്വസിക്കുക ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ കണ്ടും കേട്ടും വിശ്വസിക്കാത്തവർക്ക് നേരിൽ പ്രത്യക്ഷനായി തൊട്ടു നോക്കി വിശ്വസിക്കുവാനായിട്ട് കർത്താവ് യേശുക്രിസ്തു അവർക്ക് അവസരം കൊടുത്തു. അപ്പോൾ നാം വിശ്വസിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളത്, ആ ഉറപ്പ്, അത് എത്ര വലിയതാണ്. പ്രിയമുള്ളവരെ, അവൻ അനേക ദൃഷ്ടാന്തങ്ങളാൽ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് തെളിയിച്ചു കൊടുത്തു. നമ്മൾ പാടാറുണ്ടല്ലേ, ഉലകമഹാന്മാർ അനേകരും കല്ലറയിൽ ഉറങ്ങുന്നു, പക്ഷേ ഉന്നതൻ യേശുക്രിസ്തു മാത്രം ഇന്നും ഉയർത്തെണീറ്റ് ജീവിക്കുന്നു. അതെ, അതൊരു സത്യമാണ്. അപ്പോൾ നമ്മുടെ കർത്താവ്, നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് അനേക ദൃഷ്ടാന്തങ്ങളാൽ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചതിന് ശേഷമാണ് സ്വർഗാരോഹണം ചെയ്തത്. അപ്പോൾ നമുക്ക് അതിന്റെ 4-5 ഭാഗ്യത്തിലേക്ക് വരാം. അതിങ്ങനെ വായിക്കുന്നു: അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്ന ഈ സ്നാനം എന്ന കാര്യം അത് ജലസ്നാനമല്ല, സഭാചരിത്രത്തിൽ ഒരിക്കൽ മാത്രമായി സംഭവിച്ച, അതായത് പെന്തക്കോസ്ത് നാളിൽ ഒരിക്കൽ മാത്രമായി സംഭവിച്ച വിഷയമാണ്. അപ്പൊ ഇത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത് വിശദമായി സംസാരിക്കുന്നില്ല. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ പഠിക്കുമ്പോൾ ഈ വിഷയങ്ങൾ വീണ്ടും നമുക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അത് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ കാത്തിരിക്കണം. എന്തുകൊണ്ടാണ്? ശിഷ്യന്മാരെ സംബന്ധിച്ച് യെരൂശലേം എന്ന് പറയുന്നത് പ്രതികൂലങ്ങളുടെ, പ്രതിസന്ധികളുടെ ഒരു സ്ഥലമാണ്. അവരെ വെറുത്ത, അവരെ ഉപദ്രവിച്ച ഒരു സ്ഥലമാണ് യെരൂശലേം. എന്നാൽ കർത്താവ് പറയാണ്, നിങ്ങൾ ഈ യെരൂശലേമിൽ തന്നെ അവിടെ കാത്തിരിക്കണം. പിതാവിനോട് കേട്ട വാഗ്ദത്തം അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ കാത്തിരിക്കണം. യെരൂശലേം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, കർത്താവിനെ ഉപദ്രവിച്ച സ്ഥലമാണ്, കർത്താവിനെ ക്രൂശിച്ച സ്ഥലമാണ്, കർത്താവിനെ തിരസ്കരിച്ച സ്ഥലമാണ്, ശിഷ്യന്മാരെ ഉപദ്രവിച്ച സ്ഥലമാണ്. എന്നാൽ അവിടേക്ക് തന്നെ പരിശുദ്ധാത്മാവിനെ നൽകുക എന്നുള്ളതായിരുന്നു കർത്താവിന്റെ ഗ്രഹം. അവിടേക്ക് തന്നെ അവർ വരേണ്ടത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യർ ദൈവപുത്രനെ എവിടെ തള്ളിക്കളഞ്ഞുവോ അവിടെ തന്നെ അവർ അവനെ സാക്ഷ്യം പറയേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. അതെ, സത്യത്തിന്റെ ആത്മാവ് ലോകത്തിൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യമേ അത് സംഭവിക്കേണ്ടത് യെരൂശലേമിൽ തന്നെയാണ്. കർത്താവിനെ ഉപേക്ഷിച്ച് ശിഷ്യന്മാർ ഓടിപ്പോയത്, പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയത് യെരൂശലേമിൽ നിന്നാണ്. അപ്പോ അവിടെ തന്നെ അവർ തന്നെ ധൈര്യമുള്ളവരായി തീരേണ്ട ആവശ്യമുണ്ടായിരുന്നു. എവിടെ ഭയവും, എവിടെ വിറയലും, എവിടെ പരിഭ്രമവും പിടിച്ച് പോകും. നമ്മൾ വായിച്ചത് എന്താണ്? യഹൂദന്മാരെ പേടിച്ച് വീട്ടിൽ വാതിലടച്ചിരുന്നെന്നാ പറഞ്ഞു. അത്രമാത്രം ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാര്, ആ ശിഷ്യന്മാരെ എവിടെ അവർ ഭയപ്പെട്ടുവോ, എവിടെ അവർ വിറങ്ങലിച്ചു നിന്നുവോ, എവിടെ അവർ ചഞ്ചലിച്ചു നിന്നുവോ അവിടെ തന്നെ എഴുന്നേറ്റ് നിന്ന് ധൈര്യപൂർവ്വം, ബലത്തോടെ, ശക്തിയോടെ സംസാരിക്കേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരേണ്ടത് യെരൂശലേമിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, നിങ്ങൾ പിതാവിന്റെ വാഗ്ദത്തം അത് നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം. നമുക്കറിയാം, പത്രോസിനെ അറിയാം. പത്രോസ് കഴിഞ്ഞ ആഴ്ച ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചതാണ്. ഒരു ബാലിക്കാരത്തിയുടെ ചോദ്യത്തിന് മുമ്പിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ഓടിപ്പോയ പത്രോസ്. നോക്കുക, പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് എന്താണ് കാണിച്ചത്? ഒരൊറ്റ പ്രസംഗത്തിൽ തന്നെ 3000 പേരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. പട്ടാളക്കാരുടെ, പുരോഹിതന്മാരുടെ, വലിയ സൈനികരുടെ മുമ്പിൽ ഒരു ഭയവും വിറയലും കൂടാതെ ധൈര്യപൂർവ്വം അവർക്ക് നിൽക്കുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് ശക്തി കൊടുത്തു. അതുകൊണ്ട് യെരൂശലേമിൽ തന്നെ, അപ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ യെരൂശലേമിൽ തന്നെ പരിശുദ്ധാത്മാവിനെ നൽകുക, സാധുക്കളായ ശിഷ്യന്മാരെ വിറയിലും ഭയവും പരിഭ്രമമുള്ള ശിഷ്യന്മാരെ ധൈര്യവാന്മാരാക്കി നിർത്തി തന്റെ സാക്ഷികളാക്കി അവരെ നിർത്തുക എന്നത് ദൈവത്തിന്റെ, കർത്താവിന്റെ വലിയ വലിയ പദ്ധതിയായിരുന്നു. അതിന് കർത്താവിന് പ്രസാദമായി. കർത്താവ് പറയുന്നു, ഇനി ഏറിയ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കും, പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. എത്ര ഈ ഏറിയ നാൾ എന്ന് പറയുമ്പോൾ എത്ര നാൾ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് പറയുന്നത്. ഏറിയ നാൾ കഴിയും മുമ്പേ എന്നുള്ളത്, അതായത് ആ ഏറിയ നാൾ എന്നുള്ളത് കൃത്യം 10 ദിവസമായിരുന്നു. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസത്തോളമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. പെന്തക്കോസ്ത് നാളിലാണ് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിയത്. അപ്പൊ പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്നത് 50-ാം നാൾ. അപ്പം ഉയർത്തെഴുന്നേറ്റ കർത്താവ്
40-ാം നാൾ സ്വർഗാരോഹണം ചെയ്തു. 50-ാം നാൾ അവർക്ക് പെന്തക്കോസ്ത് നാളിൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. അപ്പോൾ കൃത്യം 10 ദിവസം, 10-ാം ദിവസം ഏറിയ നാൾ നിങ്ങൾ കാത്തിരിക്കണം. 10 ദിവസം കൊണ്ട് 10 ദിവസം കറക്റ്റ് 10-ാമത്തെ ദിവസമായപ്പോൾ കർത്താവ് വാഗ്ദത്തം ചെയ്ത പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി. അപ്പോൾ ഈ 10-ാം ദിവസത്തിന്റെ കണക്ക് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ യഹൂദന്മാരുടെ പെരുന്നാളുകളിലേക്ക് അല്പം നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട്. അതറിയണമെങ്കിൽ നമ്മൾ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ലേവ്യ പുസ്തകം 23-ാം അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ പെരുന്നാളുകൾ, അവിടെ ഉത്സവങ്ങൾ, യഹൂദന്മാരുടെ ഉത്സവങ്ങളും ആചാരങ്ങളും എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 7 ഉത്സവങ്ങൾ അവർക്കുണ്ടായിരുന്നു, 7 പെരുന്നാളുകൾ അവർക്കുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെയാണ് പെസഹ പെരുന്നാൾ, 2 പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, 3 ആദ്യഫല പെരുന്നാൾ, 4-മതായിട്ട് നമ്മൾ കാണുന്നത് പെന്തക്കോസ്ത് പെരുന്നാളാണ്, പിന്നെ കാഹളധ്വനിയുടെ പെരുന്നാള്, പിന്നെ 6-മത് മഹാപാപ പരിഹാര ദിവസ പെരുന്നാള്, 7-മത്തേത് കൂടാര പെരുന്നാളാണ്. അപ്പൊ ഇങ്ങനെ ഈ 7 പെരുന്നാളുകളിൽ 3 പെരുന്നാളുകൾ, 3 ഉത്സവങ്ങൾക്ക് ഒരു യഹൂദൻ മസ്റ്റായിട്ട് യെരുശലേമിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അപ്പോൾ അവൻ എല്ലാ യഹൂദന്മാരും ഈ 3 ഉത്സവങ്ങൾ ആചരിക്കുവാനായിട്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തിലായാലും അവർ കടന്നു വരുവാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ 1-ാം മാസം 14-ാം തീയതിയാണ് പെസഹ പെരുന്നാൾ. അത് സന്ധ്യാസമയത്ത് അവർ ആരംഭിക്കും. അതിന്റെ പിറ്റേ ദിവസം 15-ാം തീയതി അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിക്കും. അതിന് ശേഷമാണ് ആദ്യഫല പെരുന്നാൾ വരുന്നത്, അതായത് കറ്റ നീരാജനം ചെയ്യുന്ന പെരുന്നാൾ. ആദ്യ പെരുന്നാളിന് ശേഷം 50-ാം ദിവസമാണ് പെന്തക്കോസ്ത് നാൾ വരുന്നത്. അപ്പൊ ആദ്യഫല പെരുന്നാളിനും അല്ലെങ്കിൽ കറ്റ നീരാജനം ചെയ്യേണ്ട പെരുന്നാളിനും അതിന്റെ 50-ാമത്തെ ദിവസമാണ് ഈ പെന്തക്കോസ്ത് നാൾ വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ 50-ാമത്തെ ദിവസം ഈ പെരുന്നാളിന് വരുന്ന യഹൂദ ജനങ്ങളെല്ലാം അവരുടെ പെരുന്നാളിന് ശേഷം അവരുടെ കൃഷി സ്ഥലങ്ങളിലേക്ക്, അവരുടെ ജോലി സ്ഥലത്തേക്ക്, അവരുടെ ബിസിനസ്സിലേക്ക് അവർ തിരിച്ചു പോകും. അത് കഴിഞ്ഞ് 7-ാം മാസമാണ് അവർ വീണ്ടും കടന്നു വരുന്നത്. 7-ാം മാസം അവർ കടന്നു വരുന്നത് കാഹളധ്വനി പെരുന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത് നാൾ മുതൽ കാഹളധ്വനിയുടെ നാൾ വരെയുള്ള ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ വയലിൽ അധ്വാനിക്കുന്ന ദിനങ്ങളാണ്. കാഹളം ധ്വനിച്ചു കഴിഞ്ഞാല്, കാഹളധ്വനിയുടെ പെരുന്നാൾ കേട്ട് കഴിഞ്ഞാല് മറ്റെല്ലാ ഇടപാടുകളും നിർത്തി, അവരുടെ എല്ലാ പരിപാടികളും നിർത്തി, അവരുടെ കൃഷി നിർത്തി, അവരുടെ ജോലി, അവരുടെ ബിസിനസ് നിർത്തി അവർ ദൈവസന്നിധിയിലേക്ക് അവർ കടന്നു ആവശ്യമുണ്ട്. എത്ര മനോഹരമായ ചിന്തയാണ്! അതായത് പതിവ് പോലെ 2023 വർഷങ്ങൾക്ക് മുന്നേ അവരന്ന് പതിവ് പോലെ കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് സകല യഹൂദന്മാരും അവർ പെസഹ ആചരിക്കുവാനായിട്ട്, പെസഹ പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് തങ്ങളുടെ ഭവനങ്ങളെ വിട്ട്, തങ്ങളുടെ കുടുംബങ്ങളെ വിട്ട്, തങ്ങളുടെ കൃഷിസ്ഥലങ്ങളെ വിട്ട്, തങ്ങളുടെ ജോലിയെ വിട്ട് എല്ലാവരും യെരുശലേമിലേക്ക് കടന്നു വന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അവർ കടന്നു വരുന്ന ഈ പ്രാവശ്യത്തെ പെരുന്നാള് ഒരു വലിയ വ്യത്യസ്തതയുള്ള, വളരെ മാറ്റമുള്ള ഒരു പെരുന്നാളാണെന്ന് അവരാരും അറിഞ്ഞിരുന്നില്ല. കാരണം സ്വർഗത്തിലെ ദൈവം ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് അവർക്ക് ഒരുക്കാൻ പോകുന്ന കാര്യം അത് എന്താണെന്നുള്ളത് കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പോലും തിരിച്ചറിഞ്ഞില്ല. ആ പെസഹ നാളിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ഇസ്രായേൽ മുഴുവൻ പെസഹ ആചരിച്ചിരുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായിട്ട് തീർന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടു, ആ കുഞ്ഞാട് ക്രിസ്തു തന്നെ. അപ്പോൾ സകല യഹൂദന്മാരും പെസഹ ആചരിക്കുന്ന സമയത്ത്, ആ സന്ധ്യാസമയത്ത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അതായത് അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം, അതായത് കറ്റ നീരാജനം ചെയ്യേണ്ട ആ ദിവസം, നീരാജന കറ്റയുമായി പുരോഹിതൻ യെരുശലേം ദേവാലയത്തിലേക്ക് കടക്കേണ്ടുന്ന സമയത്ത് 3-ാം നാൾ അതിരാവിലെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നോക്കുക, ചിന്തകളെ കണക്ട് ചെയ്തൊന്ന് ചിന്തിക്കുക. പുരോഹിതൻ നീരാജന കറ്റയുമായി യെരുശലേം ദേവാലയത്തിലേക്ക് കടക്കേണ്ടതിന് മുന്നേ അതിരാവിലെ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായിട്ട് ഉയർത്തെഴുന്നേറ്റു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന ആദ്യഫലമായി നമ്മുടെ കർത്താവ് അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അങ്ങനെ ഈ ആദ്യഫല പെരുന്നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ ആദ്യ പെരുന്നാളിന് ശേഷം 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് നാൾ വരുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു 40 ദിവസം അവരോട് കൂടെ ഉണ്ടായിരുന്നു.
പിന്നെ പെന്തക്കോസ്ത് നാൾ വന്ന് എത്രയാണ് ആ പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്? 50-ാം ദിവസം. അപ്പൊ കൃത്യം കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവ് അവരോട് പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് 50-ാം ദിവസം കർത്താവ് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനങ്ങളും പഴയ നിയമ സത്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ അത് കാണിക്കുന്ന ഒരു സത്യമുണ്ട്. പഴയ നിയമ യാഗങ്ങൾ, പഴയ നിയമ പെരുന്നാളുകള്, പഴയ നിയമ ഉത്സവങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറി. 50-ാമത്തെ ദിവസം കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പോലെ തന്നെ തന്റെ പരിശുദ്ധാത്മാവിനെ തന്റെ ശിഷ്യന്മാർക്ക് നൽകി. ഏറിയ നാൾ കഴിയും മുമ്പേ, ആ 10 ദിവസത്തെ ഒന്ന് കാണിക്കുവാനായിട്ട് ഞാനത് പുറകിലേക്ക് പോയതാണ്. ഏറിയ നാൾ കഴിയുന്നു, ആ 10-ാം കറക്റ്റ് 10 ദിവസം, കറ്റ നീരാജനത്തിന് ശേഷം ആദ്യഫല പെരുന്നാളിന്റെ അതും കഴിഞ്ഞിട്ട് കറക്റ്റ് 50-ാം ദിവസം പെന്തക്കോസ്ത് നാൾ. പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം 50-ാമത്തെ നാളെന്ന. 50-ാം നാൾ കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പോലെ തന്നെ കർത്താവ് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയുണ്ടായി. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയ വലിയ രക്ഷയുടെ ആ പരിശുദ്ധാത്മാവിന്റെ ഭദ്രത എത്ര വലിയതെന്നൊക്കെ ഉള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ പഠിക്കും. പരിശുദ്ധാത്മാവ് ഒരിക്കലായിട്ട് എന്നേക്കുമായി നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴികാട്ടുവാൻ വേണ്ടി പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വരുന്ന ചരിത്രമാണ് ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അടുത്തൊരു ഭാഗത്തേക്ക് ഞാൻ മുന്നോട്ട് കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തുകയാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ തന്നെ ഈ വിഷയങ്ങൾ നമുക്ക് പഠിക്കാം. കർത്താവ് അനേക ദൃഷ്ടാന്തങ്ങളാൽ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. അത് എത്രയോ അനേക റെഫറൻസുകൾ നമുക്ക് വായിക്കുവാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിന് 20 അധ്യായങ്ങളിലൊക്കെ കർത്താവിന്റെ കാര്യങ്ങൾ പറയുന്നു. അവൻ ഉയർത്തെണീറ്റു. അത് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന അവൻ 500-ലധികം ആൾക്കാർക്ക് പ്രത്യക്ഷനായി. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് തെളിയിച്ചു കൊടുത്തു എന്നാ പറയുന്നത്, കാണിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. നമ്മൾ സയന്റിഫിക് ആയിട്ട് തെളിയിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ തെളിയിച്ചു കൊടുത്തു. തോമസിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതെ, കണ്ടു വിശ്വസിക്കുന്നവന് കാണുവാൻ അവസരം കൊടുത്തു, തൊട്ട് വിശ്വസിക്കേണ്ടവന് തൊട്ട് വിശ്വസിക്കുവാൻ, മനസ്സിലാക്കുവാൻ അവസരം കൊടുത്തു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇന്ന് നമുക്ക് അങ്ങനെ കർത്താവിനെ വിശ്വസിച്ച് വിശ്വാസാൽ കർത്താവ് എന്ന് പറയുവാൻ തക്കോണം നമുക്കും വലിയ ഭാഗ്യം കർത്താവ് നൽകിയിരിക്കും. അതെ, അനുഗ്രഹിക്കപ്പെട്ട ഈ വചനം വരും ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.